നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങളെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അഭിനന്ദിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും ഊർജ്ജസ്വലവുമാക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നേതൃത്വം നൽകണമെന്ന് ഡിസിസി സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ വിജയം കൈവരിച്ചിരിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ചുമതലാബോധമാണ് അവരിൽ അർപ്പിതമായിട്ടുള്ളത്. അതാത് വിഷയമേഖലയിൽ അവരുടേതായ വലിയ പങ്ക് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും പ്രത്യേകിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും നിർവഹിക്കാനുണ്ട്. അത് നാട്ടിലേക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി നന്നായി വിനിയോഗിക്കാൻ, നന്നായി പ്രയോജനപ്പെടുത്താൻ, ഉപയോഗിക്കാൻ ഈ ചെയർപേഴ്സൺമാർക്കാവട്ടെ എന്ന് ഉള്ളിൽ തട്ടി ആശംസിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട 3 പേരെയും ഹൃദയത്തിൽ തട്ടി അഭിനന്ദിക്കുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സീന ഉണ്ണികൃഷ്ണനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി PM സിദ്ദിഖിനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുബില പ്രസാദിനെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, AN സിദ്ധപ്രസാദ്, TV ഷൈൻ എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ് എന്നിവരും PC ജയബാലൻ, AK വാസൻ, MB വിമൽകുമാർ, KK കൃഷ്ണകുമാർ, സുബ്രഹ്മണ്യൻ മന്ത്ര, മഹേഷ് മണക്കാട്ടുപടി എന്നിവരും പങ്കെടുത്തു.